Welcome to my new class. In this class, we can solve a problem under the decision of shutdown. നമുക്കിവിടെ ഷട്ട് ഡൗൺ ഡിസിഷന്റെ ബേസിലുള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ആണ്, ഡ്യൂ ടു അഡ്വേഴ്സ് മാർക്കറ്റ് കണ്ടീഷൻ എ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഓപ്പറേറ്റ് 30% ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി ഇൻ ദ ഫോർത്ത് കമ്മിങ് ഇയർ. ഒരു കമ്പനി അതിന് അഡ്വേഴ്സ് കണ്ടീഷൻ ആണ്, ചിലപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കാം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് അതിൻ്റെ ഉള്ള കപ്പാസിറ്റിയുടെ 30% ആണ് ഇനി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി ഈസ് 10,000 യൂണിറ്റ്. ഇതിന്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ എത്ര യൂണിറ്റ് ആയിരിക്കും? 30% ആയിട്ട് കുറയ്ക്കാണ്. 10,000 ഈസ് അസ്യൂംഡ് ആസ് 100. സോ അതിന്റെ 30% എന്ന് പറയുമ്പോൾ now we are going to produce only 30%. That is 10,000 into 30%. That is 3,000 unit. We are ready to produce only 3,000 unit. Then selling price are given rupees 25 per unit. Selling price 25 per unit. Variable cost 18. The present fixed cost of the firm 60,000. If the firm shut down its operation, firm അതിന്റെ ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ there will be a saving of rupees 35,000 in fixed cost. അങ്ങനെ ഫേം അതിന്റെ ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റിൽ നമുക്ക് 35,000 സേവ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം the firm has to incur additional expenses of rupees 7,000 for reopening its operation. 35,000 സേവ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഒരു 7,000 വീണ്ടും ഇനി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് റണ്ണിങ്ങിനായിട്ട് ഒരു 7,000 അഡീഷണൽ എക്സ്പെൻസസ് വീണ്ടും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണ്ടിവരും. Then calculate the shutdown point and advise the company as to whether it should continue or shut down its operation. ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കമ്പനിയോട് അഡ്വൈസ് ചെയ്യണം ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യണോ ഓർ നോട്ട് എന്നുള്ളത് അഡ്വൈസ് ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് കമ്പനി അഡ്വേഴ്സ് കണ്ടീഷൻ ആയതുകൊണ്ട് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കമ്പനി 30,000 ആണ് 3,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. 30% കപ്പാസിറ്റിയിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോണം. അതിന്റെ ഫിക്സഡ് കോസ്റ്റ് 60,000 ഇൻ റുപ്പീസിൽ നമുക്ക് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് 18 ആണ്. സെല്ലിംഗ് പ്രൈസ് 25 ആണ്. ഇനി 35,000 നമുക്ക് സേവ് ചെയ്യാം എന്നാണ് പറയുന്നത്. കമ്പനി ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25,000 സേവ് ചെയ്യാം, 35,000 സേവ് ചെയ്യാം. പക്ഷെ വീണ്ടും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 7,000 വീണ്ടും ഇൻകർ ചെയ്യും. ഓക്കെ, നമ്മളോട് ഷട്ട് ഡൗൺ പോയിന്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഷട്ട് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് ഇസ് ഈക്വൽ ടു net avoidable fixed cost. Net avoidable fixed cost divided by net avoidable fixed cost divided by contribution. Net avoidable fixed cost divided by contribution. ഇനി എങ്ങനെയാണ് നമുക്ക് നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണാൻ പറ്റുക? നെക്സ്റ്റ് ലൈൻ, നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് is equal to net avoidable fixed cost is equal to എത്രയാണ് ഫിക്സഡ് കോസ്റ്റ്? 60,000 ആണ്. ആദ്യം നമുക്ക് നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റിന് പകരം അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണാം. നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് is equal to ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 60,000 മൈനസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? വിൽ ബി എ സേവിംഗ് ഓഫ് rupees 35,000. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നത് ദാറ്റ് ഈസ് 25,000 ആണ് അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്. അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്. ഇനി നമുക്ക് കാണാൻ പറ്റേണ്ടത് നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണാൻ നമുക്ക് അടുത്തത്. നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ്. Net avoidable fixed cost is equal to
ടോട്ടൽ 60,000 ആണ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് നമുക്ക് ഈ അൺഅവോയ്ഡബിൾ മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്നതെല്ലാം അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ അൺഅവോയ്ഡബിളിനെ നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് 25,000. പക്ഷെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 35,000 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഇൻകർ 7,000 ആസ് അഡീഷണൽ എക്സ്പെൻസസ് ഫോർ റീസ്റ്റാർട്ടിംഗ് ദ ഓപ്പറേഷൻ. അല്ലെ, ഓപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 7,000 എന്തായാലും അവിടെ വരും. അത് മസ്റ്റ് ആണ്, ഫിക്സഡ് ആണ് അത് 7,000. അപ്പൊ അതും കൂടി നമുക്ക് അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റിലാണ് പെടുത്താൻ പറ്റുക. അപ്പൊ 25,000 നമ്മൾ സേവ് ചെയ്തു, 35,000 നമ്മൾ സേവ് ചെയ്തു. ബാക്കി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഫിക്സഡ് കോസ്റ്റ് 25,000 പ്ലസ് 7,000 റീസ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ഓപ്പറേഷൻസ് ആണ്. അതും നമുക്ക് ഫിക്സഡ് കോസ്റ്റിൽ തന്നെയാണ് പെടുത്താൻ പറ്റുക. സോ നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 60,000 മൈനസ് 25,000 പ്ലസ് 7,000. That is equal to 48,000. 48,000. Sorry, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 28,000. നോട്ട് 48,000. നമുക്ക് വരുന്നത് 28,000 ആണ്. 28,000. Then നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് കാണാം. ഷട്ട് ഡൗൺ പോയിന്റ് shutdown point is equal to net avoidable fixed cost divided by contribution. എത്രയാണ് net avoidable fixed cost? 28,000 divided by contribution. എങ്ങനെ കാണാം? S minus V. S minus V. അപ്പൊ 28,000 minus S നമുക്കറിയാം 25 ആണ്, V നമുക്കറിയാം 18 ആണ്. So 28,000 divided by 7. That is equal to 4,000 unit. Shutdown point is equal to 4,000 unit. Once again, ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഷട്ട്ഡൗൺ പോയിന്റ് കാണാനുള്ള ഫോർമുല നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണാൻ ഏറ്റവും ആദ്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ 60,000 നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന 35,000 അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ആണ്, സേവിങ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അൺഅവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ നെറ്റ് അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഫോർമുല 60,000 ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അതിൽ നിന്ന് അൺഅവോയ്ഡഡ് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അവോയ്ഡബിൾ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. എസ് തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്. സോ നമുക്ക് 4,000 യൂണിറ്റ് ആണ് ഇവരുടെ ഷട്ട് ഡൗൺ പോയിന്റ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിനി കാണേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10,000 യൂണിറ്റ് ആയിരുന്നു ആ കമ്പനി അതിന്റെ മാക്സിമം ഉള്ള കപ്പാസിറ്റി. അതിൽ നിന്ന് അത് 3,000 ആയിട്ട് കുറയ്ക്കാൻ പോവാണ്. അപ്പൊ 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തെ കണ്ടീഷനും 4,000 ഷട്ട് ഡൗൺ പോയിന്റിലുള്ള കണ്ടീഷനുമാണ് നമുക്കിനി ചെയ്ത് നോക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം നമുക്ക് 3,000 യൂണിറ്റിന്റെ കാണിക്കാം. 3,000 യൂണിറ്റ്. സെക്കൻഡ് വൺ നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് ആണ് 4,000 യൂണിറ്റ്. 3,000 യൂണിറ്റ് ആൻഡ് 4,000. ഈ യൂണിറ്റ് എന്താണ്? നമ്മൾ 30% കുറച്ചിട്ടുള്ള യൂണിറ്റ് ആണ്. 10,000 കപ്പാസിറ്റി ഉണ്ടായിട്ട് അതിനിപ്പോ 30% കുറച്ചാണ് ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ. ഇവര് ഉദ്ദേശിക്കുന്നത് ഇതാണ്, 3,000 യൂണിറ്റിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഷട്ട് ഡൗൺ പോയിന്റ് വരുന്നത് 4,000 യൂണിറ്റ് ആണ്. രണ്ടിലുള്ള പ്രോഫിറ്റും ലോസും ഒക്കെയാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം സെയിൽസ് ആണ് അല്ലെ. ഫസ്റ്റ് നമുക്ക് എഴുതി വെക്കാം സെയിൽസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെയിൽസ് ഇവിടെ 3,000 യൂണിറ്റിന് സെല്ലിംഗ് പ്രൈസ് അറ്റ് ₹25 ആണ് അല്ലെ. അപ്പൊ 3,000 into 25, 3,000 into 25, that is equal to 75,000. സെയിൽസ് is equal to 75,000. ഇവിടെയാണെങ്കിലോ 4,000 into 25, that is 1 lakh. That is 1 lakh. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ്
3000 into 18. 3000 unit variable cost 18. 3000 into 18, 54,000. ഇവിടെ 4000 into 18, 72,000. നമുക്ക് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. നമുക്ക് ഇവിടെ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 21,000 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 21,000. ഇവിടെ നമുക്ക് കിട്ടുന്നത് 28,000 ആണ്. 28,000. ദെൻ കോൺട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ അടുത്തത് എന്ത് മൈനസ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. എഴുതി വെക്കാം നമുക്ക്. ലെസ് ഫിക്സഡ് കോസ്റ്റ്. 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ ഇപ്പോഴത്തെ ഫിക്സഡ് കോസ്റ്റ് അതാണ് നമ്മൾ എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റ് 60,000 ആണ്. 60,000 ആണ്. അപ്പൊ കോസ്റ്റ് കൂടുതലും നമുക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ് 21,000 അല്ലെ. കോൺട്രിബ്യൂഷൻ 21,000. അപ്പൊ നമുക്കിവിടെ മൈനസ് ചെയ്യുമ്പോൾ ഇത് മൈനസ് അല്ലേ ചെയ്യണേ നമ്മള്. 60,000 ആണ് കൂടുതൽ, എക്സ്പെൻസ് കൂടുതലാണ്, കോൺട്രിബ്യൂഷൻ കുറവാണ്. സോ നമുക്ക് വരുന്ന ഡിഫറൻസ് 39,000. ശരിക്കും പറഞ്ഞാൽ കമ്പനിക്ക് ലോസ് ആണ് വരുന്നത്. നമുക്ക് എഴുതി വെക്കാം ലോസ്. 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുന്നത് 39,000 ആണ്. ലോസ് ആണ് വരിക. ഫിക്സഡ് കോസ്റ്റിന്റെ അത്രയൊന്നും കോൺട്രിബ്യൂഷൻ കിട്ടുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കാണുമ്പോൾ എങ്ങനെയാണ് 4000 യൂണിറ്റിലെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കാണാം. എത്രയായിരിക്കും 4000 ഷട്ട് ഡൗൺ പോയിന്റിൽ എത്രയായിരിക്കും ഫിക്സഡ് കോസ്റ്റ് വരിക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഫിക്സഡ് കോസ്റ്റ് മാത്രം എടുത്താൽ മതി. ഇവിടെ എത്രയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഫിക്സഡ് കോസ്റ്റ്? 25,000 അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 7,000 നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. 25,000 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 7,000 വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു 7,000 ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് വരിക 32,000 ആണ്. 32,000 എങ്ങനെയാ കിട്ടുന്നത്? 32,000 25,000 നമ്മൾ പറഞ്ഞു 60,000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ്. അത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കത് 35,000 കുറയ്ക്കാൻ പറ്റും അല്ലെ. 60,000 രൂപയാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. 35,000 നമുക്ക് സേവ് ചെയ്യാം ബിസിനസ് ഓപ്പറേഷൻ നിർത്തുകയാണെങ്കിൽ. പക്ഷെ അപ്പോഴും നമുക്ക് 60,000-ൽ 25,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ 25,000. പിന്നെ അത് വീണ്ടും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 7,000 കൂടി വേണം. അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 32,000 വരുന്നത്. നമുക്ക് മൈനസ് ചെയ്യാം. നമുക്ക് ഡിഫറൻസ് വരിക 4,000 യൂണിറ്റ് ആണ്. ഓക്കെ, 4,000 യൂണിറ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റെക്കമെൻഡേഷൻ ഇതാണ്. കമ്പനി 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി ഹാസ് ടു ഇൻകർ ദ ലോസ് ഓഫ് 39,000 ലോസ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം കമ്പനിയുടെ ഷട്ട് ഡൗൺ പോയിന്റ് 4,000 യൂണിറ്റ് ആണ്. 4,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് ലോസ് 4,000 ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിക്ക് ആകെ ഇപ്പൊ 3,000 ആണ്. അപ്പൊ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ. കാരണം ഇത് ഇപ്പോ ഷട്ട് ഡൗൺ പോയിന്റിനേക്കാൾ താഴെയാണ്.